മലയാള സിനിമയിലെ പ്രമുഖ നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റി വിവിധ സമയങ്ങളിൽ ഉയർന്നുവന്ന പ്രധാന വിവാദങ്ങളും വിമർശനങ്ങളും താഴെ പറയുന്നവയാണ്. 1. തൃശൂർ പൂരത്തിലെ ആംബുലൻസ് യാത്ര. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടന്ന രാത്രിയിൽ അദ്ദേഹം ആംബുലൻസിൽ പൂരപ്പറമ്പിലെത്തിയത് രോഗികൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള വാഹനം ദുരുപയോഗം ചെയ്തു എന്ന വിമർശനത്തിന് വഴിവെച്ചിരുന്നു. 2. മാധ്യമപ്രവർത്തകരോടുള്ള പെരുമാറ്റം. പൊതുവേദികളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് പലപ്പോഴും ദേഷ്യപ്പെടുകയും ഒരു വനിതാ മാധ്യമപ്രവർത്തകയോട് അനുവാദമില്ലാതെ പെരുമാറിയ സംഭവം വലിയ നിയമപരമായ തർക്കങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. 3. പെട്ടെന്നുള്ള കോപവും അധികാരം കാട്ടലും. തനിക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും താൻ കേന്ദ്രമന്ത്രിയാണെന്ന പദവി ചൂണ്ടിക്കാട്ടി ആളുകളോടും ഉദ്യോഗസ്ഥരോടും സംസാരിക്കുന്നു എന്ന വിമർശനവുമുണ്ട്. 4. പോണ്ടിച്ചേരി വാഹന രജിസ്ട്രേഷൻ കേസ്. വ്യാജ വിലാസമുണ്ടാക്കി ആഡംബര വാഹനങ്ങൾ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചു എന്ന ആരോപണത്തിൽ അദ്ദേഹത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. 5. പോലീസ് സല്യൂട്ട് വിവാദം. ഒരു സന്ദർശനത്തിനിടെ പോലീസുകാരനോട് ഞാൻ MP-യാണ്, എനിക്ക് സല്യൂട്ട് ചെയ്യാം എന്ന് പരസ്യമായി ആവശ്യപ്പെട്ടത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. 6. സിനിമാ സംഘടനകളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അമ്മ ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകളുമായും നിർമ്മാതാക്കളുമായും ഉണ്ടായ തർക്കങ്ങൾ കാരണം അദ്ദേഹം കുറച്ചുകാലം സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമായി. 7. മതപരവും വികാരപരവുമായ പ്രസംഗങ്ങൾ. അവിശ്വാസികളുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്ന തരത്തിലുള്ള ചില വികാരാധീനമായ പ്രസ്താവനകൾ വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. 8. ആരാധകരോടുള്ള പെരുമാറ്റം. പൊതുവേദികളിൽ സെൽഫിയെടുക്കാൻ വരുന്ന ആരാധകരോട് ദേഷ്യപ്പെടുകയും കൈതട്ടി മാറ്റുകയും ചെയ്യുന്ന ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു. 9. തമ്പുരാൻ ശൈലിയിലുള്ള സംസാരിക്കൽ. പൊതുപരിപാടികളിൽ പഴയകാല ഫ്യൂഡൽ ശൈലിയിലുള്ള വാക്കുകളും അധികാരം കാണിക്കുന്ന രീതിയിലുള്ള ഭാഷയും ഉപയോഗിക്കുന്നു എന്ന വിമർശനം എതിരാളികൾ ഉന്നയിച്ചിട്ടുണ്ട്. 10. ചെക്ക് ബുക്ക് വിവാദം. തിരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് സഹായം നൽകാൻ ചെക്ക് ബുക്കുണ്ടെന്ന് പറഞ്ഞത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് പരാതികൾ ഉയർന്നിരുന്നു. 11. സിനിമ വിടുമെന്ന വാഗ്ദാനങ്ങൾ. രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോൾ ഇനി സിനിമ ചെയ്യില്ലെന്ന് പറയുകയും പിന്നീട് വീണ്ടും സിനിമകൾ ചെയ്യുകയും ചെയ്യുന്നത് വാഗ്ദാനങ്ങളിലെ സ്ഥിരതയില്ലായ്മയാണെന്ന് എതിരാളികൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്റെ വ്യക്തിപരമായ അഭിപ്രായം. സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നോക്കിക്കണ്ടാൽ ഒരു വശത്ത് ദാനധർമ്മങ്ങളും കാരുണ്യപ്രവർത്തനങ്ങളും കൊണ്ട് ഒട്ടേറെ പാവപ്പെട്ടവർക്ക് തണലായ വലിയൊരു മനുഷ്യസ്നേഹിയെ കാണാം. എന്നാൽ മറുവശത്ത് തന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഒട്ടും മറച്ചുവെക്കാതെ തുറന്നു പറയുന്നതും പെട്ടെന്നുണ്ടാകുന്ന കോപവും വികാരാധീനമായ പ്രതികരണങ്ങളുമാണ് അദ്ദേഹത്തെ നിരന്തരം ഇത്തരം വിവാദങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്നേഹവും പിന്തുണയും ലഭിക്കുമ്പോഴും ഇത്തരം വിമർശനങ്ങൾ ഒരു നിഴൽ പോലെ ഒപ്പം നിൽക്കുന്നുമുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യൂ.